ധാന്യത്തിന് വലിയ ബഹുമാനം കൊടുക്കണമെന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. റൊട്ടി, പത്തിരി, ഇതിനൊക്കെ നല്ല ബഹുമാനം കൊടുക്കണം. കാരണം അതൊക്കെ ധാന്യത്തിൽ നിന്നുണ്ടാക്കുന്നതാണ്. അതിന് ബഹുമാനം കൊടുത്താൽ അള്ളാഹു നമുക്ക് ബഹുമാനം തരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസിലുണ്ട്, അക്രിമുൽ ഖുബ്സ, പത്തിരിയെ നിങ്ങൾ ബഹുമാനിക്കണം. ഫഇന്നല്ലാഹ അക്രമഹു, റൊട്ടിയെയും പത്തിരിയെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ഫമൻ അക്രമൽ ഖുബ്സ അക്രമഹുല്ലാഹ്, റൊട്ടിയെയും പത്തിരിയെയും ബഹുമാനിക്കുന്നവൻ അള്ളാഹു അവനെ ബഹുമാനിച്ചു. രണ്ടിനും ഖുബ്സ് തന്നെ പറയാം. പക്ഷെ ഖുബ്സ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പത്തിരിയേക്കാൾ കൂടുതൽ റൊട്ടിയാണ്. പഴയകാലത്ത് പത്തിരി കുറവാണ്, റൊട്ടിയാണ് കൂടുതലുള്ളത്. ആ റൊട്ടിയും പത്തിരിയൊക്കെ ധാന്യത്തിന്റെ ഭക്ഷണം. ധാന്യത്തിനെ ബഹുമാനിക്കുന്നവരെ അള്ളാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. ധാന്യത്തെ നമ്മൾ എപ്പോഴെങ്കിലും നിസ്സാരവൽക്കരിച്ചാൽ അല്ലാഹു തആല പട്ടിണി നിന്ന് പരീക്ഷിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ കാലത്തൊക്കെ ധാന്യത്തിന് വലിയ ബഹുമാനം അല്ലേ? ഇപ്പോൾ എവിടെ ബഹുമാനം? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ലാസ്റ്റ് ഘട്ടത്തിൽ കഴുകാൻ കൊണ്ടുവരുന്ന പാത്രത്തിൽ ഒരു ധാന്യം പോലും ഇല്ലാത്ത രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കണം. ഉസ്താദുമാര് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, നല്ല ക്ലീനാക്കി പഠിച്ചു. അപ്പൊ ചിലര് ചോദിക്കും, എന്താ തേഞ്ഞിട്ടില്ലേ? ചില ലേറ്റസ്റ്റ് ആളുകൾ അങ്ങനെ ചോദിക്കും, ഉസ്താദെ കുറച്ചുകൂടി വേണം, എന്തെങ്ങനെ പഠിച്ച് പാത്രം ഇതാക്കുന്നത്. ഒരു ഹബ്ബത്ത് പോലും, ഒരു ധാന്യം പോലും പോയി പോകരുത്. അള്ളാഹു ഏതിലാണ് ബർക്കത്ത് ഉദ്ദേശിക്കുന്നത് അറിയാത്ത സാധുക്കളാ നമ്മൾ. അതുകൊണ്ട് ആ രൂപത്തിൽ അത് വടിച്ച് വൃത്തിയാക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചത് ആരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ബർക്കത്ത് ഉദ്ദേശിച്ചത് എങ്ങനെ വടിച്ച് വൃത്തിയാക്കണം? ഈ അവസാനത്തെ ഒന്നിലാണോ അള്ളാഹ് ബർക്കത്ത് കണക്കാക്കിയത്? അതിലായിരിക്കും എന്റെ ആരോഗ്യം, അതിലായിരിക്കും ദീർഘായുസ്, അതിലായിരിക്കും എനിക്ക് സാമ്പത്തികമായി അള്ളാഹു തആല പുരോഗതി തരുന്നത്. പഴയ കാലത്തൊക്കെ അങ്ങനെ താഴെ പോയാൽ, അന്നൊക്കെ ഏതാ നിലന്നറിയുന്നത്? ഈ നാട്ടുകാർക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ടാകും. പഴയ കാലത്ത് കരി തേക്കുന്ന ഒരു നിലല്ലേ, കരി തേക്കുന്ന നില ഓർമ്മല്ലേ? കരി എന്ന് പറഞ്ഞാൽ അറിയില്ല. ചില നാട്ടിൽ പോയി കരിക്ക് വേറെ അർത്ഥം. കരി തേക്കുന്ന ഒരു നിലല്ലേ, ആ നിലത്ത് എന്തെങ്കിലും റൊട്ടി കഷ്ണം മറ്റോ വീണ് പോയാ ഉപ്പ പറയും, ഉമ്മ പറയും, മോനെ അതൊന്ന് എടുത്ത് ഒന്ന് തട്ടിയിട്ട് ഒന്ന് തേച്ച് കഴുകിയിട്ട് കഴിച്ചേക്കുന്നു. ഇന്ന് നല്ല മാർബിളും ഗ്രാനൈറ്റും ടൈലൊക്കെ ഉള്ള നല്ല ശുദ്ധമായി ഒന്നും അടിച്ചു വൃത്തിയാക്കുന്ന നിലത്ത് എന്തെങ്കിലും ഭക്ഷ്യവസ്തു വീണുപോയാൽ അപ്പൊ എടുക്കണ്ട.